നമുക്ക് പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശൂർപ്പണഖയുടെ ഗതി നാം മനസ്സിലാക്കി. ശൂർപ്പണഖ നേരെ തൻ്റെ സഹോദരനായ രാവണ സമീപം ചെന്ന് പരാതി പറയുകയാണ്. സഹോദരിയുടെ ദുഃഖനിവൃത്തി വരുത്തുക എന്നുള്ളത് സഹോദരൻ്റെ ബാധ്യതയാണ്. അത് ഏറ്റെടുക്കുന്ന രാവണൻ നേരെ മാരീചനെ കണ്ട് വിവരങ്ങൾ പറയുകയാണ്. ഇനി മാരീചനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപതേ. കാഞ്ചന മൃഗത്തെ കണ്ടപ്പോൾ സീതയുടെ ഉള്ളിൽ ആഗ്രഹം ഉടലെടുക്കുകയാണ്. മനസ്സിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ എല്ലാ വ്യഥയുടെയും കാരണം എന്ന് രാമായണം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. മൈഥിലീ വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ. അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശു വിട്ടൊരു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ഈ കാഞ്ചന മൃഗരൂപത്തിൽ വന്നതൊക്കെ രാക്ഷസന്മാരാകാനേ വഴിയുള്ളൂ എന്ന് നേരത്തെ തന്നെ ലക്ഷ്മണൻ സൂചന നൽകിയതാണ്. പക്ഷെ സീതാദേവിയുടെ ഒരു വാശി, അതിനു മുന്നിൽ രാമൻ ഒന്ന് കീഴടങ്ങുകയാണ്. ഒടുക്കം അത് ദുഃഖത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറുകയാണ്. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണാ മമ ഭ്രാതാവേ സഹോദരാ. ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ
രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ, നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ഇങ്ങനെയൊരു ദീനരോധനമൊന്നും രാമൻ്റെ കണ്ഠത്തിൽ നിന്ന് പുറത്തു വരില്ല. ഇത് രാക്ഷസന്മാരുടെ മായാവിലാസമാണ്. അവിടുത്തെ തട്ടിക്കൊണ്ടുപോകാനുള്ള രാവണൻ്റെ ഉപായമാണ്. ഒരിക്കലും മറ്റൊരു വിധം ചിന്തിക്കരുത്. രാമനെ അപായപ്പെടുത്താൻ ഈ ലോകത്തിൽ ആർക്കാണ് കഴിയുക എന്ന് ലക്ഷ്മണൻ സീതയോട് ചോദിക്കുകയാണ്. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ, വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. നമുക്ക് ബുദ്ധി നഷ്ടമാകുമ്പോൾ നാം എന്ത് വാക്കാണ് പ്രയോഗിക്കുന്നതെന്ന് പലപ്പോഴും അറിയില്ല. അങ്ങനെ സീതയുടെ മുഖത്ത് നിന്നും ഒരിക്കലും പുറപ്പെടാൻ പാടില്ലാത്ത വാക്കുകൾ ബഹിർഗമിക്കുകയാണ്. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ലക്ഷ്മണനോട് പറയാം, നീയും രാക്ഷസന് സമമാണ് ലക്ഷ്മണ. നീ ഏ വിധമാണ് ചിന്തിക്കുന്നത്? ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എത്ര ക്രൂരമായ വാക്കുകളാണ് സീത പ്രയോഗിക്കുന്നത്. ഇതിന് ശിക്ഷ അനുഭവിക്കാതെ പോകാൻ കഴിയുമോ ഈ ലോകത്ത് നിന്ന്? സീതയുടെ അധരത്തിൽ നിന്നും പുറത്തു വീണ വാക്കുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ, രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ. സീതയുടെ സത്യം വെളിപ്പെടുന്ന വാക്കുകൾ കൂടിയാണിത്. രാമനെയൊഴിഞ്ഞു ഞാൻ, രാമനെ ഒഴിഞ്ഞ് മറ്റൊരു പുരുഷനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ, രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു ഭാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ധിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. ഒരു വേള മുഴുവൻ സ്ത്രീകളെപ്പോലും കുറ്റപ്പെടുത്തുന്ന വിധത്തിലേക്ക് ലക്ഷ്മണന് മാറേണ്ടി വന്നു. കാരണം ഇത്ര ക്രൂരമായ ചിത്രം മനസ്സ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. വേദന കൊണ്ട്, വിഷമം കൊണ്ട്, മനോവ്യഥ കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു പോവുകയാണ്. സീതയെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും ഒരുപക്ഷെ അത്തരത്തിൽ പറയേണ്ടി വരികയാണ് ലക്ഷ്മണന്.
വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അങ്ങനെ സീതയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് തീക്ഷ്ണമായ വാക്കുകൾ കേട്ട് മുറിവേറ്റ മനസ്സോടെ സഹോദരനെ തേടി കാട്ടിലേക്ക്, വനാന്തരങ്ങളിലേക്ക് പുറപ്പെടുകയാണ് ലക്ഷ്മണൻ. ആ സമയത്താണ് രാവണൻ്റെ പ്രവേശം. അന്തരം കണ്ടു ദശഗന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാനവനിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. രൂപം മാറി ഒരു സന്യാസി വേഷത്തിൽ ശാന്തമുഖഭാവത്തോടുകൂടി രാവണൻ വരികയാണ്. സജ്ജനങ്ങളെ പറ്റിക്കാൻ ഇതിലും നല്ല വേഷം വേറെയില്ല. പലരും ഈ വേഷം തെറ്റായി അണിയുന്നത് നമുക്ക് കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയും. സന്യാസവേഷം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ ഒക്കെ ഒരു വേഷമാണ്. ആ വേഷം ധരിച്ചാൽ ആളുകളെ പറ്റിക്കാൻ കഴിയും എന്ന് രാവണൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പൂർണ്ണമായും മനസ്സ് ഭഗവാനിലർപ്പിച്ച് സത്യധർമാദികൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ ആ വേഷം സ്വീകരിക്കാൻ പാടൂ. അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ശിക്ഷയും വലുതാണെന്ന് രാമായണം പഠിപ്പിക്കുന്നുണ്ട്. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധേ. ഒരു സന്യാസിക്ക് മാത്രം കിട്ടുന്നൊരു പരിഗണനയാണത്. എവിടെയും ചോദിക്കാതെ കയറി ചെല്ലാനും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവ് വരുമിപ്പോൾ ത്വൽ പ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാധിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീ ആരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധ പാണികളുമില്ലല്ലോ സഹായമായി. ഈ കൊടുംകാട്ടിൽ ക്രൂര ജന്തുക്കളുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അല്ലയോ മനോഹരി നീ കഴിയുന്നത് എന്ന് രാവണൻ സീതയോട് ചോദിക്കുക. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനീ പതിവരനായോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളു. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരണം മയാസാകം.
ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം, താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി, മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലും നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സീത മറുപടി പറയാണ്, നിനക്ക് ഈ കാടല്ല, ലങ്കയിലെ മഹാരാജധാനിയാണ് ഏറ്റവും നല്ലത്, നീ എന്നോടൊപ്പം പോരൂ എന്ന് രാവണൻ പറയുമ്പോൾ സീത പറയുന്നു, നിന്റെ മരണം അടുത്തിരിക്കുന്നു. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനി പതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്, കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാദേവി വാക്യം കേട്ടു രാഘവനേറ്റം രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായെന്നേരം. ഇങ്ങനെ സീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ തൻ്റെ തപസ്വിയുടെ രൂപത്തെ അങ്ങ് മറക്കുകയാണ്. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം, ദശാനനം വിംശതി മഹാഭുജം. അതൊരു പർവ്വതം പോലെയുള്ള ശരീരമാണ്, 10 തലകളുള്ള 20 കൈകളുള്ള അതിഭയങ്കരമായ രൂപം, ഒരു സ്വത്വം. അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർഗെ ശീഘ്രം പോയിതു ദശാനനും. ഹാഹ രാഘവാരാമ സൗമിത്രേ കാരുണ്യാബ്ദേ, ഹാഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെപ്പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയും നിദുദ്രികൾ ഇളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീരി മുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. ഒരു മഹായുദ്ധം അവിടെ നടക്കുകയാണ്. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നത് കണ്ട സമയത്ത് ജടായു അവിടെ എത്തിച്ചേരുകയും തന്നെ കൊണ്ടാവും വിധം തൻ്റെ പക്ഷങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും കൊക്കുകൾ കൊണ്ടും ഒരു വലിയ പ്രതിരോധത്തിൻ്റെ ഒരു മറ സൃഷ്ടിക്കുകയാണ്. തന്നെ കൊണ്ടാവും വിധം അനീതിക്കെതിരെ പോരാടുകയാണ്. ഇത് സമൂഹത്തിൽ നമുക്കുള്ള ഒരു സന്ദേശമാണ്. അനീതി എവിടെ കണ്ടാലും നാം എത്ര ദുർബലനാണെങ്കിലും ശത്രു എത്ര പ്രബലനാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കുക, അതിശക്തമായി പ്രതിരോധിക്കുക എന്നുള്ള സന്ദേശം രാമായണം നൽകുന്നുണ്ട്. യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരൂർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ.
രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീമണ്ഡലമകന്നാശുമേൽ പൊട്ടുപോയാൾ. ഒരനുഗ്രഹം കൊടുത്തുകൊണ്ട് രാമചന്ദ്രനെ കണ്ട് ഈ വൃത്താന്തമൊക്കെ പറയുന്നത് വരെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ, ആയുസ്സോടെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹം നൽകിക്കൊണ്ട് സീതാദേവി അവിടെ നിന്നും രാവണന് കീഴ്പ്പെട്ടുകൊണ്ട് ആകാശത്തേക്ക് ഉയരുകയാണ്. അയ്യോ രാഘവാ ജഗന്നായക ദയാനിധേ, നീ എന്നെയും ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. എത്ര തവണ രാമൻ പറഞ്ഞതാണ്, വേണ്ട, ആ മൃഗത്തിന് പിറകെ പോകേണ്ടതില്ല, നിൻ്റെ മനസ്സ് അങ്ങനെ ചഞ്ചലിതമാവരുത് എന്നൊക്കെ രാമൻ പറഞ്ഞതാണ്. അതൊന്നും കേൾക്കാൻ സീത തയ്യാറായില്ല. ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. സീതയ്ക്ക് രാമനെ നഷ്ടപ്പെടുകയാണ്. മനസ്സ് കാമത്തിനടിപ്പെട്ടാൽ രാമനെ ഇല്ലാതെയാവും. രാമനും കാമനും ഒരുമിച്ച് നിൽക്കില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. രക്ഷോനായകനെന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധി. ലക്ഷ്മണനോട് പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് കൂടി സീതയ്ക്ക് ആ നേരം വരുന്നുണ്ട്. രാമ രാമാത്മാ രാമലോകാഭിരാമ രാമ, ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാമഹാസത്വവാരിധേ നാഥ. അങ്ങനെ സീത കേണ് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ രാമനും ലക്ഷ്മണനും വളരെ ദൂരത്താണ്. ആ രാക്ഷസനോട് ഏറ്റുമുട്ടി ജടായുവാകട്ടെ പ്രാണൻ വെടിയാൻ പോവുകയാണ്. ഒരു വിധത്തിലും രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ സീതയ്ക്ക് കഴിയുന്നില്ല. തന്നെ അന്വേഷിച്ചു വന്ന ലക്ഷ്മണനെ കണ്ടപ്പോൾ രാമന് വല്ലാത്ത പരിഭ്രമം ഉണ്ടാവുകയാണ്. പർണശാലയിൽ സീത തനിയാണ്. രാമൻ ചോദിക്കുകയാണ്, പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്തൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനുമഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ലക്ഷ്മണന് എന്തെന്നില്ലാത്ത സങ്കടമാണ്. ജ്യേഷ്ഠത്തി പറഞ്ഞ വാക്കുകൾ പോകുന്നില്ല, ഇപ്പോഴും ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ ഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാലത്യന്തം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ, ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം, കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താളെന്നോടു പലതരമിന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. ലക്ഷ്മണൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. ഒരു വിധത്തിലും എൻ്റെ വാക്കുകൾ കേൾക്കാൻ സീതാദേവി തയ്യാറായില്ല, എനിക്ക് വരേണ്ടി വന്നു എന്ന് പറയാം. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ,
ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. എന്നാലും നീ വരേണ്ടിയിരുന്നില്ല ലക്ഷ്മണ എന്നാണ് രാമൻ പറയുന്നത്. രാമൻ കോപിക്കുന്നില്ല ലക്ഷ്മണനോട്. ശ്രദ്ധിക്കുക, ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും രാമൻ ലക്ഷ്മണനോട് കോപിക്കുകയല്ല, മറിച്ച് തിരുത്തുകയാണ്. അങ്ങനെ വേണ്ടിയിരുന്നില്ല. രക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. രാമൻ അല്പനേരം മനുഷ്യഭാവത്തിലേക്ക് കൂടുതൽ വരികയാണ്. രാമൻ കരയുകയാണ്, പൊട്ടിപ്പൊട്ടി കരയുകയാണ്. സീതയെ എങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട്. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകീ ദേവി, ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ, വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലയോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ. രാമൻ്റെ ഈ ദുഃഖഭാവം കണ്ടുകൊണ്ട് നമ്മൾ ആരും രാമൻ കേവലം മനുഷ്യനാണെന്ന് കരുതണ്ട. അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ തന്നിലും വന്നു ചേർന്നിട്ടുണ്ട് എന്ന് മറ്റു ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാമൻ ഒരു പച്ച മനുഷ്യനെ പോലെ പൊട്ടിക്കരയുന്ന തേങ്ങിക്കരയുന്ന ഭാഗം നമ്മൾ കാണുകയാണ്. പക്ഷേ തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളില്ല. സുഖം വരുമ്പോൾ അവർ അമിതമായി സുഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല. ദുഃഖം വരുമ്പോൾ അവർ തളർന്നു പോകുന്നുമില്ല. സുഖദുഃഖങ്ങളെ അതേപടി സ്വീകരിക്കാനുള്ള കഴിവാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്നുകൂടി രാമായണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം തത്വങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ 10 മടങ്ങ് മനോഹരമാക്കി തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രാമായണ പാരായണം കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്നുകൂടി എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്.